അയ്യപ്പ ഭക്ത സംഗമം നിയന്ത്രിക്കുന്നത് AKG സെന്ററിൽ നിന്നാണെന്ന് കുമ്മനം രാജശേഖരൻ. അയ്യപ്പ ഭക്ത സംഗമത്തിൽ ആര് പങ്കെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. MV ഗോവിന്ദന്റെ കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാടിന്റെ ഗതികേടാണിത്. ധർമ്മശാസ്താവാണ് അയ്യപ്പൻ. എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത്. അവിടെയാണ് പണത്തിന്റെ പേരിൽ ഭക്തരെ രണ്ട് തട്ടിലാക്കാൻ ദേവസ്വം ബോർഡും സർക്കാരും ശ്രമിക്കുന്നതെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പമ്പയിൽ നടത്താൻ പോകുന്ന പരിപാടി അയ്യപ്പന്മാരെ കബളിപ്പിച്ചുകൊണ്ട് ഫണ്ട് കണ്ടെത്തുന്നതിനുള്ള ഒരു ശ്രമമാണെന്ന് ഹൈന്ദവ സംഘടനകളും BJPയും തുടക്കം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ഈ ആരോപണം ശരിവെച്ചുകൊണ്ട് ഭക്തർക്ക്, ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നതിന് പ്രിവിലേജ് കാർഡ് നൽകിക്കൊണ്ട് 1 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള പണം സമാഹരിച്ചുകൊണ്ട് പ്രിവിലേജ് അനുവദിക്കുന്നതിനുള്ള ശ്രമം ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതിനെതിരെയും വ്യാപകമായിട്ടുള്ള വിമർശനം ഉയരുകയാണ്. ശബരിമലയിലെ ഒരു പ്രാഥമിക തത്വമുണ്ട്, വ്രതം നോറ്റ് സന്നിധാനത്തേക്ക് എത്തുന്ന എല്ലാവരും അയ്യപ്പന്മാരാണെന്നുള്ള ആ തത്വം. അത് അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഭക്തർക്ക് പണം നൽകിക്കൊണ്ട് പ്രിവിലേജ് അനുവദിക്കാനുള്ള ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്താണ് ഇതിനോട് പ്രതികരിക്കുക? ശബരിമല എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാരെ പണക്കാരെന്നും പാവപ്പെട്ടവരെന്നും ഒക്കെ തരംതിരിച്ച് വേർതിരിവുണ്ടാക്കി അവരിൽ വിവേചനാപൂർവം പെരുമാറുന്നത് അയ്യപ്പ ധർമ്മ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. ഇപ്പോൾ ഒരു പ്രിവിലേജ് കാർഡ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 10 ലക്ഷത്തിന് മുകളിൽ 20 ലക്ഷം വരെ കൊടുക്കുന്നവർക്ക് 5 ദിവസം അവിടെ താമസിച്ച് ദർശനം നടത്താം. അന്നദാനം അവരുടെ പേരിൽ നടത്തും. 20 ലക്ഷത്തിന് മുതൽ 30 ലക്ഷം വരെ ഉള്ളവർക്ക് ബ്രോൺസ് കാർഡ്, 30 ലക്ഷം തൊട്ട് 40 ലക്ഷം വരെയുള്ളവർക്ക് സിൽവർ കാർഡ്, 50 ലക്ഷത്തിന് മുകളിൽ 1 കോടി രൂപ വരുന്നവർക്ക് അവിടെ ഗോൾഡൻ കാർഡ്, ഇങ്ങനെ പല തരത്തിലുള്ള പ്രിവിലേജ് കാർഡുകൾ അച്ചടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യുകയാണ്. പണം തരുന്നവർക്കേ കൊടുക്കും, ലക്ഷങ്ങൾ കൊടുക്കുകയും വേണം. അയ്യപ്പൻ ധർമ്മശാസ്താവാണ്. അവിടെ ധർമ്മത്തിനാണ് വില. സമദർശനത്തിൻ്റെ സന്നിധാനമാണ് ശബരിമല. അവിടെ പണക്കാരനെന്നോ ഭരണാധികാരിയെന്നോ ഉള്ള വിവേചനമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ കാണുന്ന, എല്ലാം അയ്യപ്പൻ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വരുന്ന അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഒരു 10,000 പേര് ഈ തരത്തിൽ കാർഡെടുത്താൽ ആ 10,000 പേർക്ക് ദർശനം നടത്തിയിട്ടേ ബാക്കിയുള്ളവർക്ക് കിട്ടും. അതൊരു അന്യായമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ശബരിമലയ്ക്ക് ഒരു അടിസ്ഥാന തത്വമുണ്ട്, ഒരു പ്രതിഷ്ഠാ സങ്കല്പമുണ്ട്. ആ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് പറയുന്നത് ഭക്തന്മാരാണ് അയ്യപ്പൻ. വരുന്നവരൊക്കെ അയ്യപ്പന്മാരാണ്. ബാക്കി ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെയില്ല, അവിടെയൊക്കെ ഭക്തന്മാരാണ്. പക്ഷേ ഇവിടെ അയ്യപ്പനാണ്. അവിടെ ആരാണോ ഇരിക്കുന്നത് ആ ആൾ തന്നെയാണ് ആ അയ്യപ്പൻ്റെ മുന്നിലെത്തുന്നവരും. അവരെ പണത്തിൻ്റെ പേരിൽ ധനാഢ്യനാണ് എന്നുള്ളത് കൊണ്ട് മുമ്പിൽ വന്ന് തൊഴുത് ആത്മനിർവൃതി നേടാം എന്ന് പറയുന്നത് അസമത്വമാണ്, അത് അനീതിയാണ്, അത് അസംബന്ധവുമാണ്. ഇപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഇത്തരത്തിലൊരു നീക്കവുമായി ദേവസ്വം ബോർഡ് ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത് അത് സഹിക്കാവുന്നതിനപ്പുറമാണ്. കാരണം ശബരിമല അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്ന ലോക കേരള സഭയാണ്. ആ ലോക കേരള സഭ എല്ലാവർക്കും ഒരാഹ്വാനം നൽകിയിരിക്കുകയാണ്. പങ്കെടുക്കൂ. അവരാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. അവരുടെ ലെറ്റർ ഹെഡിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ലോഗോയാണ്, എംബ്ലമുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ഔദ്യോഗിക ലെറ്റർ ഹെഡിലാണ് അവർ ഈ ഒരു വലിയ ക്ഷണം നടത്തിയിരിക്കുന്നത്. എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അവർക്ക് ആരധികാരം കൊടുത്തു? ഗവൺമെൻറ്റിൻ്റെ രേഖ, ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച് ഈ തരത്തിൽ അയ്യപ്പ സംഗമത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള അധികാരം അവർക്ക് എന്താണ്? അധികാരം അവരെടുക്കുകയാണ്. കാരണം അവരാണ് നടത്തുന്നത്. വലിയ പണക്കാരും മുതലാളിമാരും കോർപ്പറേറ്റ് ശക്തികളുമാണ്. അവരെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അയ്യപ്പ സംഗമം എന്നുള്ള പേരിൽ നടത്തുന്നത് ഒരു കോർപ്പറേറ്റ് സംഗമമാണ്. അതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ശബരിമലയെ ഒരു വാണിജ്യ കേന്ദ്രമാക്കുക എന്നുള്ളതാണ്. ഒരു വ്യവസായ, വാണിജ്യ, കച്ചവട കേന്ദ്രമാക്കി മാറ്റിയെടുക്കുക. അതിൻ്റെ പിന്നിൽ, അയ്യപ്പ സംഗമത്തിൻ്റെ പിന്നിൽ താല്പര്യം വാണിജ്യ താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്, കൊള്ളലാഭമാണ്. അവരുടെ കച്ചവട കണ്ണോടുകൂടിയാണ് അവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ലോക കേരള സഭ രംഗത്ത് വരുന്നു, പ്രിവിലേജ് കാർഡ് അടിക്കുന്നു. ഇതൊക്കെ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ.
അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന്മാർ എന്നും എന്നും വിചാരിച്ചിട്ടുള്ളതും വിശ്വസിച്ചിട്ടുള്ളതും അവിടം സമദർശനമാണ്. ഇനി അയ്യപ്പ സംഗമം നടക്കുന്നത് പമ്പയാണ്. ആ പമ്പ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പവിത്ര ഭൂമിയാണ്. ശബരിമല അയ്യപ്പൻ ദർശിക്കാൻ വേണ്ടി എത്തുന്ന അയ്യപ്പന്മാരെല്ലാവരും അവിടെയാണ് അവർ പമ്പ സദ്യ നടത്തുന്നത്, പമ്പ തർപ്പണം നടത്തുന്നത്, പമ്പ സ്നാനം നടത്തുന്നത്, അതുപോലെ പമ്പ വിളക്ക് നടത്തുന്നത്. ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. ഇതൊന്നോടെ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അയ്യപ്പന്മാർക്ക് ആചാരാനുഷ്ഠാനങ്ങൾ നടത്താൻ നിരോധനമുള്ള ഒരു സ്ഥലത്ത് അയ്യപ്പ സംഗമം നടത്തുകയാണ്. അതും അവർ ക്ഷണിച്ച് കൊണ്ടുവരുന്ന 3000-ഓളം ആളുകളാണ്. അതും വിദേശങ്ങളിൽ നിന്നുള്ളവരാണ്, അതും പണക്കാരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വരാൻ പറ്റുള്ളൂ, ആ സമ്മേളനത്തിൽ ആ സംഗമത്തിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുമാത്രമല്ല, പമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ ചരിത്രം സൃഷ്ടിച്ച ശബരിമല പ്രക്ഷോഭത്തിൽ നിരവധി ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ്, മർദ്ദനമേറ്റ സ്ഥലമാണ്. അവിടെയാണ് തന്ത്രിമുഖ്യൻ്റെ സഹധർമ്മിണിയും കുടുംബാംഗങ്ങളും എല്ലാം അറസ്റ്റ് വരിച്ചത്. പോലീസ് വന്ന് യാതൊരു കാരണവും കൂടാതെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതാണ്, അവരെ കോടതി ഹാജരാക്കിയതാണ്. ഇന്നും ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു തെറ്റും ചെയ്യാത്തവരാണ്. അവർ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു, ശരിയാണ്, ഇരുമുടിക്കേട്ട് ഏന്തിക്കൊണ്ടാണ് അവർ വന്നത്. അങ്ങനെ വന്നു എന്നുള്ളൊരൊറ്റ കാരണമല്ലാതെ മറ്റൊരു കാരണവും അവരുടെ അറസ്റ്റിനെ കുറിച്ച് പറയാനില്ല. ആചാരം സംരക്ഷിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആചാരങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത ആൾക്കാരെ അറസ്റ്റ് ചെയ്ത സർക്കാർ ഇപ്പോൾ ഞങ്ങൾ ആചാരം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? ഇത് ആരാധനയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പം മുഖ്യമന്ത്രി ഇത് പറയുന്നത് ഇത് വികാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സമ്മേളനമാണെന്നാണ്. അപ്പോൾ അവിശ്വാസികൾ ആണോ വരേണ്ടത്? മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ? ഉദ്ഘാടകനാണല്ലോ. വിശ്വാസികളുടെ സംഗമമാണെങ്കിൽ വിശ്വാസമുള്ളയാൾ വേണ്ട അത് ഉദ്ഘാടനം ചെയ്യാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്നലെ പാർട്ടിയുടെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു, ഇതിലേക്ക് ഞങ്ങൾ വിശ്വാസികളെ ക്ഷണിക്കും, വർഗീയ കക്ഷികളെയും അതുപോലെ സംഘടനകളെയും ഞങ്ങൾ ക്ഷണിക്കില്ല. അദ്ദേഹം ആരാ ഇത് പറയാൻ? ഇത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ്. അപ്പോൾ ഇത്രയും നാളും വിചാരിച്ചത് ഇത് സെക്രട്ടേറിയറ്റിൽ നിന്നുകൊണ്ട് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരുമാണ് നിയന്ത്രിക്കുന്നതെന്നാണ് ഇത്രയും നാളും വിചാരിച്ചത്. ഇപ്പോൾ അതല്ല, AKG സെൻറ്ററിൽ നിന്നാണ് നിയന്ത്രിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തുന്നത് AKG സെൻറ്ററിൽ ഇരുന്നുകൊണ്ട് MV ഗോവിന്ദനാണ് എന്ന് വരുന്നത് ഈ നാടിൻ്റെ ഗതികേടെന്നേ എനിക്ക് പറയാൻ പറ്റും. ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു വേദനിപ്പിക്കുന്ന, കുത്തി നോവിക്കുന്ന, ഏറ്റവും വലിയ ഒരു പരിക്കേൽക്കപ്പെടുന്ന ഒരു ദുരന്തമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. പമ്പയിൽ ഒരു തരത്തിലും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടത്താൻ പാടില്ല എന്ന് കോടതി വിധിയുണ്ട്. ഇതിനു മുമ്പും പലരും സമ്മേളനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട്. ക്ഷേത്രത്തിൽ ഇതുപോലുള്ള സർക്കാരിൻ്റെ ഇടപെടലുകൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മഹാസംഗമം എന്ന് പേരിൽ ആ ഒരു വ്യാജേന നടത്തുന്ന ഈ ഒരു വലിയ മാമാങ്കം, അല്ലെങ്കിൽ ഒരു മേള, ഒരു എക്സ്പോ എന്ന് വേണമെങ്കിൽ പറയാം, അത് തീർത്തും അയ്യപ്പന്മാർ നിരാകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശക്തമായ പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.